കായികമേളയാണ്, ആരോഗ്യമാണ് പ്രധാനം. അതിനനുസരിച്ചുള്ള ഭക്ഷണം വേണം. ബീഫുണ്ട്, ചിക്കനുണ്ട്, മുട്ടയുണ്ട്. സ്കൂൾ കായികമേളയ്ക്ക് പഴയിടത്തിൻ്റെ കൈപുണ്യത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുങ്ങിയാൽ മാത്രം പോരല്ലോ, അത് എല്ലാവർക്കും ആവശ്യാനുസരണം കിട്ടുക എന്നതും പ്രധാനമല്ലേ. അത് വിളമ്പുന്നവരുടെ കയ്യിൽ തന്നെയാണ്. വെറുതെ തോന്നുന്ന പോലെ വിളമ്പി പണി തീർക്കലായി അല്ല ഭക്ഷണം ഇവിടെ നൽകുന്നത്. കൃത്യമായ ഒരുക്കങ്ങളോടെ വിളമ്പുന്നവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകിയാണ് കായികമേളയുടെ ഊട്ടുപുരയിൽ ഭക്ഷണം ഒരുങ്ങുന്നതും വിളമ്പുന്നതും. കൃത്യമായി നമ്മൾ വിളമ്പുകയാണെങ്കിൽ നമുക്ക് 15,000 പേർക്ക് കൊടുക്കാം. നമ്മൾ വിളമ്പുന്നത് ശരിയായിട്ടല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റി വേസ്റ്റായിട്ട് പോകും. വലിയ എണ്ണത്തിൽ സമൃദ്ധമായി കുറേ പേർ കഴിച്ചിട്ട് പോകും. അവസാനം വരുന്ന ഒരുപാട് പേർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വരും. അത് ഉണ്ടാക്കുന്ന ഗൗരവം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വിളമ്പി തീർക്കാനല്ല നിൽക്കുന്നത്, വിളമ്പി തികച്ച് സംതൃപ്തമാക്കി അവസാനം 5 മണിക്ക് ശേഷം ഒരാൾ വന്നാലും അയാൾക്കും നമുക്ക് ആഹാരം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ പക്വത പാലിക്കുക. ഒരു ഇലയിലും ഒരു കാരണവശാലും ചോറോ കറികളോ അമിതമായി വേസ്റ്റാവരുത്. സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കായികമേള എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്രമാത്രം എനർജി വേണമെന്ന്. അപ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുന്നവർക്കും കൂടെ വരുന്നവർക്കും ഒക്കെ ഇവിടെ ഫുഡ് റെഡിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ്, അതിൽ എല്ലാവരും തൃപ്തരാണോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അടിപൊളി ഫുഡാണ്, സൂപ്പറാണ്. ഉണ്ട് എല്ലാ ദിവസവും ഓരോന്ന് മാറിയിട്ടുണ്ട്. അടിപൊളിയാണ്, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. മീനുണ്ട്, ബീഫ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, എല്ലാം അടിപൊളിയാണ്. കുട്ടികൾ പറഞ്ഞ ഫുഡിൻ്റെ കാര്യം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ഫുഡ് കാര്യമായിട്ട് നടക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അടിപൊളി ഫുഡ്, കൊള്ളാം, നല്ല ഫുഡ്, കൊള്ളാം, അടിപൊളി ഫുഡാണ്. നോൺ വെജ് ഞാൻ കഴിക്കാറില്ല, വെജിറ്റേറിയൻ ആണ്. വെജ് ഫുഡൊക്കെ അടിപൊളി, ഫുഡൊക്കെ എല്ലാം അടിപൊളി, നല്ല ടേസ്റ്റി. കലോത്സവമാണെങ്കിലും കായികമേളയാണെങ്കിലും പഴയിടത്തിൻ്റെ കൈപുണ്യം കുട്ടികൾക്കും ഇവിടെ എത്തുന്നവർക്കും പുതുമയുള്ള കാര്യമല്ല. ഇവിടെയും ഇത്തവണ അതിന് മാറ്റമില്ല. ആളുകൾ എത്ര വേണമെങ്കിലും വന്നോട്ടെ, വേണ്ടുവോളം രുചിയോടെ എല്ലാ വയറും നിറയ്ക്കാൻ മുന്നിൽ തന്നെയുണ്ട് പഴയിടം മോഹനൻ നമ്പൂതിരി. ഇത് രണ്ടാമത്തെ തവണയാണ് കേരള സർക്കാർ സ്കൂൾ ഒളിമ്പിക്സ് മോഡലിൽ സ്കൂൾ കായികമേള നടത്തുന്നത്. അതിൻ്റെ എല്ലാവിധ ക്രമീകരണങ്ങളും തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് വളരെ വിജയകരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പുത്തിരിക്കണ്ടം മൈതാനത്തിനപ്പുറം വെള്ളായണി സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, ജി.വി. രാജ സ്കൂളിൽ കൊടുക്കുന്നുണ്ട്, പെരുപ്പൻകോട് സ്വിമ്മിംഗ് പൂളിൽ. അങ്ങനെ ഞങ്ങൾ 4 അടുക്കളകളിൽ കൂടി 7 സ്ഥലത്താണ് ഞങ്ങൾ ഈ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വളരെ ഭംഗിയായിട്ട് പോകുന്നു കാര്യങ്ങളെല്ലാം. 17 സ്ഥലങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭക്ഷണശാലയിൽ കൃത്യസമയത്തെത്തി ഭക്ഷണം കഴിക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. എന്നാൽ അവരെവിടെ തന്നെ ആയിരുന്നാലും കൃത്യസമയത്ത് അവരുടെ വിശപ്പ് മാറിയിരിക്കും. അതിനുള്ള പ്രതിവിധിയും ഈ ഊട്ടുപുരയിൽ കൃത്യമായി നടക്കുന്നുണ്ട്. വിളമ്പുന്നതിനൊപ്പം മറ്റൊരു കൗണ്ടറിൽ ഇവിടെ എത്താൻ കഴിയാത്ത കുട്ടികൾക്കായി പൊതിച്ചോറും ഒരുക്കി വെക്കുന്നുണ്ട്. പൊതിച്ചോറ് മാത്രമല്ല, രാവിലത്തെ ഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും കുട്ടികൾക്കായി ഇവിടെ നിന്ന് ഒരുക്കി കൊണ്ടുപോകുന്നുണ്ട്. സിറ്റിക്കകത്ത് ഏകദേശം 8 വേദികളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ വന്ന് കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് രാത്രി 11 മണിവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിക്ക് പോലും തടസ്സമില്ലാത്ത രീതിയിൽ അവിടെ ഫുഡ് കൃത്യമായിട്ടും ഇവിടെ വിളമ്പുന്ന എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നല്ല വാഴയിലയിൽ വളരെ വൃത്തിയായിട്ട് എല്ലാ ഐറ്റംസും പൊതിഞ്ഞ് കൃത്യസമയത്ത് തന്നെ നമ്മളവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ വേദികളിലും എന്ത് ചെയ്യുന്നു, എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സംസ്ഥാന കായികമേള തിരുവനന്തപുരം ആതിഥ്യമരുളുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന 25,000 കുട്ടികൾക്കും അതോടൊപ്പം വരുന്നവർക്കും ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്, അതിൻ്റെ ചുമതല വഹിക്കുന്നത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KST എന്ന അധ്യാപക സംഘടനയാണ്. 21-ാം തീയതി മുതൽ ഭക്ഷണ വിതരണം വളരെ ഫലപ്രദമായും ഭംഗിയായും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. വലിയ ഒരു കിച്ചനാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രവർത്തിക്കുന്നത്. ഇതിനോടൊപ്പം 3 സ്ഥലങ്ങളിൽ ഇതുപോലെ കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ട്. അത് ജി.വി. രാജ സ്പോർട്സ് സ്കൂളിലാണ്, മറ്റൊന്ന് പെരപ്പംകോടാണ്, മറ്റൊരു കിച്ചൺ വെള്ളയാണിയിലാണ്. അതിനു പുറമെ ഇവിടെ ഈ പുത്തരിക്കണ്ടത്ത് നിന്ന് 4 സ്ഥലങ്ങളിൽ കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒരു സമയം ഏകദേശം 12,000-ഓളം പേർക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു പരാതിക്കും ഇടയില്ലാത്ത നിലയിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുണ്ട്.